പാലക്കാട് നഗരസഭയിലേക്കുള്ള NDA സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. നഗരസഭാ വൈസ് ചെയർമാനും BJP സംസ്ഥാന ട്രഷററുമായ E. കൃഷ്ണദാസ്, ജില്ലാ ജനറൽ സെക്രട്ടറി K. മധു എന്നിവർ ഉൾപ്പെടുന്ന 43 സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് പ്രഖ്യാപിച്ചത്. നഗരസഭയിൽ BJP ഹാട്രിക് വിജയം നേടുമെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷന്മാരായ C. കൃഷ്ണകുമാർ, ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ എന്നിവർ പറഞ്ഞു. പാലക്കാട് വടക്കന്തറയിലെ സ്വകാര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന NDA തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് നഗരസഭയിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ 53 അംഗ നഗരസഭയിലെ 43 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പാലക്കാടിന്റെ മണ്ണ്, ആ പാലക്കാടിന്റെ മണ്ണിലെ മാധ്യമങ്ങളുടെ കുത്തിത്തിരിപ്പുകൾക്കോ കോൺഗ്രസ് പാർട്ടിയുടെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ കുത്തിത്തിരിപ്പുകൾക്ക് ഇവിടെ സ്ഥാനമില്ല എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവനും ജീവിതവും സമർപ്പിച്ച ആയിരക്കണക്കിന് പ്രവർത്തകന്മാരുടെ ഓർമ്മകൾക്ക് മുൻപിൽ സ്മരണാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ കുടുംബങ്ങളിലെ നമ്മുടെ സഹപ്രവർത്തകന്മാരുടെ കഠിന പ്രയത്നങ്ങൾക്ക് മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുവാദത്തോടുകൂടി ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ പാലക്കാട് നഗരസഭയിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനായി പോവുകയാണ്. നഗരസഭ വൈസ് ചെയർമാനും BJP സംസ്ഥാന ട്രഷററുമായ E. കൃഷ്ണദാസ്, ജില്ലാ ജനറൽ സെക്രട്ടറി K. മധു, ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ, മഹിളാ മോർച്ച സംസ്ഥാന ഉപാധ്യക്ഷ സിന്ധുരാജൻ തുടങ്ങിയവർ ഉൾപ്പെടെയാണ് 43 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. നഗരസഭയിൽ NDA ഹാട്രിക് വിജയം നേടുമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. കൃഷ്ണകുമാറും ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനും പറഞ്ഞു. ഈ പാർട്ടിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് അക്ഷീണം പ്രയത്നിച്ചുകൊണ്ട് ഇവിടുത്തെ ഓരോ വാർഡുകളിലും കുങ്കുമഹരിത പതാക പാറിപ്പറപ്പിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തയ്യാറായിരിക്കുന്ന ആളുകളാണ് ഈ കൂട്ടത്തിലിരിക്കുന്ന മുഴുവൻ ആളുകളും. പാലക്കാട് BJP 3.0 ഇത്തവണ പാലക്കാട് നഗരസഭയിൽ വീണ്ടും അധികാരത്തിലെത്തും. ഇവിടുത്തെ കോൺഗ്രസിന് 30 വർഷം പാലക്കാട് ഭരിച്ച് ചെയ്യാൻ കഴിയാത്ത വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് പാലക്കാട് നഗരത്തിൽ എന്താണ് വികസനമെന്ന് എത്തിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 10 വർഷത്തെ വികസന നേട്ടങ്ങളുമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി പാലക്കാടിലെ ജനങ്ങളെ സമീപിക്കുന്നത്. ഞങ്ങൾ ഉറപ്പ് പറയുന്നു, ഇത്തവണ ഞങ്ങൾ 30+ ഉള്ള രീതിയിൽ പാലക്കാട് നഗരം പിടിക്കും, പാലക്കാട് ഞങ്ങൾ ഭരിക്കും. 10 വാർഡുകളിലേക്ക് കൂടിയുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ ഉണ്ടാവുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. കഴിഞ്ഞ തവണ 52 വാർഡുകൾ ഉണ്ടായിരുന്ന നഗരസഭയിൽ 28 സീറ്റുകൾ BJP നേടിയപ്പോൾ 12 സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസിനെ വിജയിക്കാനായത്. ലീഗ് 4, വെൽഫെയർ പാർട്ടി 1, CPM 7 എന്നിങ്ങനെയാണ് നഗരസഭയിലെ കക്ഷിനില. ജനം, പാലക്കാട്.